നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതുമ്പോൾ കണ്ട് പരിചയിച്ചൊരു വാക്കാണ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പലപ്പോഴും ആ ആയത്തുകൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് വരാറുണ്ട്. ഈ വാക്കുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ പൊറുക്കുന്നവനാണ്, അതുപോലെ തന്നെ കരുണ ചെയ്യുന്ന വ്യക്തിയുമാണ്. അല്ലേ? എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം. ഈ ഒരു വാക്കിന് ചില മഹാന്മാരൊക്കെ അതിന് വിശദീകരണം കൊടുക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ സംബന്ധിച്ച് വലിയ അള്ളാഹുവിനോടടുത്ത ഔലിയാക്കൾ, മഹാന്മാർ, അവർ മഹാന്മാരായത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല. വല്ലാത്തൊരു വ്യത്യസ്തമായൊരു വാക്കാണത്. മഹാന്മാരായത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, പക്ഷെ ചെയ്ത തെറ്റിനേക്കാളും വലിയ പ്രായശ്ചിത്തം അവൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്. മനുഷ്യ സഹജം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നതാണ്. സാഹചര്യങ്ങളും മാനുഷിക സഹജങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ വന്നു പോയാൽ നമ്മുടെ ഹൃദയം പടച്ച റബ്ബിലേക്ക് നമ്മളെ കൊണ്ട് തിരിക്കാൻ കഴിയണം. നമ്മുടെ കണ്ണുകൾ കണ്ണുനീരിനാൽ ഈറനണിയുന്നൊരവസ്ഥ വന്നാൽ, അള്ളാഹുവിലേക്ക് വന്നുപോയ തെറ്റിൽ പ്രായശ്ചിത്തം പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വന്ന ആളുകളാണ് വലിയ വലിയ ആളുകൾ. അപ്പം നമ്മളും മഹാന്മാരായ ആളുകളും തമ്മിലുള്ള മാറ്റം അതാണ്. നമ്മളടുത്തും തെറ്റുകുറ്റങ്ങൾ വരും, പക്ഷേ അത് നമ്മൾ വളരെ ഒരു ലഘുവായൊരു കാര്യമായിട്ട് കണ്ടിട്ട് അങ്ങനെ വിടും. പക്ഷേ മഹാന്മാരൊന്നും അങ്ങനല്ല. തെറ്റുകുറ്റങ്ങൾ വന്നാൽ അതിനേക്കാളും വലിയ പ്രായശ്ചിത്തം അവർ ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പടച്ച റബ്ബ് വല്ലാതെ പൊറുക്കുന്നവനാണ് കേട്ടോ, അള്ളാഹു വല്ലാതെ കരുണ ചെയ്യുന്നവനാണ് എന്ന്. അപ്പോൾ ആ പടച്ച റബ്ബ് രണ്ട് കൈകൾ ഇങ്ങനെ നീട്ടി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ വന്നു പോയ ആളുകൾ ഒരു കാരണവശാലും നിരാശരായിട്ട് ഒരിക്കലും മാറി നിൽക്കുകയല്ല. നമ്മൾ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. അള്ളാഹു തആല വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കും വിട്ടു തന്നു മാപ്പാക്കുമാറാവട്ടെ. ആമീൻ.